1978 ഖത്തറിൽ ആരംഭിച്ച് 3 ദശകത്തിലേറെയായി ഇന്ത്യയിലും ഗൾഫിലുമായി മികച്ച ജ്വല്ലറി ഗ്രൂപ്പായി വളർന്നു വന്ന സ്കൈ ജ്വല്ലേഴ്സിന്റെ വിശേഷങ്ങളുമായി സ്കൈ ജ്വല്ലേഴ്സ് ജനറൽ മാനേജർ സിറിയക് വർഗീസ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഗസ്റ്റ് റൂമിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ GCC മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗവൺമെൻറ്റും അല്ലെങ്കിൽ അതേപോലെയുള്ള സ്ഥാപനങ്ങൾ അടിയുറച്ച് നിലനിർത്തുന്ന കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ഗുണമേന്മ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാന പ്രമാണം അവർ നൽകുന്നതാണ്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് എല്ലാവർക്കും എല്ലാ ജ്വല്ലറി ഷോറൂമുകളിലും അതൊക്കെ കൃത്യമാണ്. കൂടാതെ നമ്മുടേതായ രീതിയിൽ തന്നെ നമ്മൾ ആൾക്കാരുമായിട്ട് സംവദിക്കുന്ന രീതി, ഞങ്ങളുടെ മെയിൻ്റനൻസ്, സർവീസ് ആഫ്റ്റർ സെയിൽസ് സംവിധാനങ്ങൾ, ഡയമണ്ടിന്മേൽ ഞങ്ങൾ കൊടുക്കുന്ന ഓഫറുകൾ, അല്ലെങ്കിൽ അതിനുശേഷമുള്ള സർവീസിങ്, മാസങ്ങളിൽ ഞങ്ങൾ ഒരു ചെറിയ ഓഫർ വെക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫെസ്റ്റിവൽ ഓഫ് 22 എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. വീണ്ടും സ്കൈ ജ്വല്ലറി ഡെവലപ്പ് ചെയ്തൊരിതാണ്. 22 ക്യാരറ്റിൻ്റെ മേഖലയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് സ്കൈ ജ്വല്ലറി. അപ്പോൾ അതിനെ അനുസ്മരിപ്പിക്കുന്ന ദിവസം എല്ലാ മാസവും 22-ാം തീയതി സെലിബ്രേഷൻ ഓഫ് ഗോൾഡ്, ഫെസ്റ്റിവൽ ഓഫ് 22 സെലിബ്രേഷൻ ഓഫ് ഗോൾഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതൊരു ലിറ്ററലി ഒരു സെലിബ്രേഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും വലിയ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഹണ്ടാണ്. സോ യു ക്യാൻ ബാർഗെയിൻ, യു ക്യാൻ കം ആൻഡ് ഗ്രാബ് ദി ഐറ്റംസ് അറ്റ് വാട്ട് എവർ പ്രൈസ് യു വാണ്ട്. അപ്പോൾ അത് ഏതാണ്ട് കോസ്റ്റ് ലെവലിലേക്ക് അത് പോകുന്ന ഒരിതാണ്. കഴിഞ്ഞ 40-44 മാസത്തോളമായി ഞങ്ങൾ റെഗുലറായിട്ട് ഈ സ്കീം നടത്തുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ദുബായിൽ വരുന്ന അവസരത്തിൽ ഒരു ഔൺസ് ഗോൾഡിന് $237-240 മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യം സ്വർണം വാങ്ങുന്നത് ദുബായിൽ നിന്ന് വാങ്ങുന്നത് 23 ദിർഹംസ്.75 ഫിൽസിനാണ്. 23.25 ദിർഹംസിനാണ് ഞാൻ സ്വർണം വാങ്ങുന്നത്. അവിടെ നിന്ന് കാലാകാലങ്ങളിലായിട്ട് ഈ ഗോൾഡ് പ്രൈസ് ഓരോ ഘട്ടവും, പ്രത്യേകിച്ച് അമേരിക്കയിൽ വേൾഡ് ടവർ അറ്റാക്ക് ചെയ്യപ്പെടുന്ന സമയം തൊട്ടാണ് സ്റ്റഡി ആയിട്ട് ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോകാൻ തുടങ്ങിയത്. ഗോൾഡും ഡോളറും തമ്മിലൊരു നെഗറ്റീവ് കോറിലേഷനാണ്. അപ്പോൾ വെൻ ഡോളർ വാസ് ചലഞ്ച്ഡ്, ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന നിലയ്ക്ക് ഗോൾഡിനെ അന്ന് മുതലാണ് ആൾക്കാർ കൂടുതൽ ശ്രദ്ധയോടെ വീക്ഷിക്കുവാനും നിരീക്ഷിക്കുവാനും തുടങ്ങി. അന്ന് മുതൽ ഗോൾഡ് പ്രൈസ് ശക്തമായിട്ട് മുകളിലേക്ക് പോവുകയായിരുന്നു. ഇങ്ങനെയുള്ള ഈ ഗോൾഡിൻ്റെ നോർമൽ എക്കണോമിക്സ്, നമ്മുടെ ഒരു പ്രോഡക്റ്റിൻ്റെ എക്കണോമിക്സ് പറയുന്നത് എന്താണ്? ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് ലോ സപ്ലൈ. അപ്പോൾ ഇതിനപ്പുറത്തൊരു കമ്മോഡിറ്റിയാണ് ഗോൾഡ്. ഗോൾഡിൻ്റെ സ്വീകാര്യതയും അത് തന്നെയാണ്. നമ്മുടെ ഹൗസ് ഹോൾഡിൽ, നമ്മുടെ ഇന്ത്യയിലെ ഹൗസ് ഹോൾഡിൽ ഡിക്ലറേഷൻ പ്രകാരം 30,000 ടണ്ണിലധികം ഗോൾഡ് ഉണ്ടെന്നാണ് പറയുന്നത്. 30,000 ടണ്ണിലധികം ഗോൾഡ്. പക്ഷേ ഡിക്ലെയർ ചെയ്യപ്പെടാത്തത് പറയുന്നത് ഏതാണ്ട് 1,00,000 ടൺ ഗോൾഡ് ഇന്ത്യയിലെ വീടുകളിൽ നമ്മൾ സ്വകാര്യ സമ്പാദ്യമായിട്ട്, സ്വകാര്യ അസറ്റായിട്ട് ആൾക്കാർ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്തിനാണ്? മുൻപോട്ട് പോകുമ്പോഴത്തേക്ക് തലമുറകൾക്ക് അതിൻ്റെ ഫലം കിട്ടുവാനായിട്ട്. നമുക്കറിയാം സ്വർണത്തിൻ്റെ ഫലങ്ങളും ഗുണങ്ങളും നേട്ടങ്ങളും എല്ലാം. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ ഒരു ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ട് സ്വർണം മാറിയിരിക്കുകയാണ്. അവർ എപ്പോഴും ബാബുചാനും 3 പേരും പറയാറുണ്ട്, സ്കൈ ജ്വല്ലറിയുടെ ഈ ഡോറിനപ്പുറത്താണ് ഞങ്ങൾ ഈ സ്കൈ ജ്വല്ലറിയുടെ പ്രൊമോട്ടേഴ്സ് ആവുന്നത്. ഇതിനകത്ത് നമ്മളെല്ലാവരും തുല്യരാണ്. ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്തിനനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക. മാനേജിംഗ് ഡയറക്ടറോട് എങ്ങനെയാണ് ഒരു നോ പറയുന്നത്, അല്ലെങ്കിൽ ഇത് ശരിയല്ല, അല്ലെങ്കിൽ ഈ തീരുമാനത്തെക്കാട്ടും നല്ലത് മറ്റൊരു തീരുമാനമാണ് എന്ന് എങ്ങനെയാണ് പറയുന്നതെന്ന് ചിന്തിക്കരുത്. അവരവരുടെ റോളിനനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പം അത്രയേറെ ഓപ്പണായിട്ട് പറയാനുള്ള സ്വാതന്ത്ര്യം അവരെനിക്ക് തന്നിട്ടുണ്ട്. അതിനൊരു ഈഗോ ലെവലിൽ ഒരിക്കൽ പോലും എടുത്തിട്ടില്ല. ഇത്രയേറെ അഗ്രസീവായിട്ട് ഞാൻ ഇടപെട്ടിട്ടും പെരുമാറിയിട്ടും ഒരു പക്ഷേ ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും അവരുടെ ആ ബേസിക് ക്വാളിറ്റീസ്, ഒന്നുകിൽ ബിസിനസ് എൻ്റർപ്രണേഴ്സിൻ്റെ ഏറ്റവും ഷാർപ്പ്നെസ് എന്ന് ഞാൻ വേണേൽ പറയാം. ഹ്യൂമൻ ലെവലിൽ ഞാൻ പറയുമ്പോഴത്തേക്ക് ബേസിക് ഹ്യൂമൻ ക്വാളിറ്റീസ്, ഈ 2 എലമെൻ്റാണ് ഞങ്ങളുടെ ആ കെമിസ്ട്രി കൂടുതൽ സിങ്ക് ചെയ്ത് മുൻപോട്ട് പോകാൻ ഇടയായിട്ടുള്ളതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഞാനെപ്പോഴും എൻ്റെ സ്റ്റാഫിനോട് തന്നെ, അത് പുതിയ സ്റ്റാഫായാലും എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു ഇതാണ്, ഹാർഡ് വർക്ക്. എപ്പോഴും നമുക്ക് മുൻപും പിൻപും നോക്കുമ്പം ഒത്തിരിയേറെ കൺസ്ട്രെയിൻസിന് കാണുവാനായിട്ട് സാധിക്കും. ബിസിനസ്സിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഒരു ഷോറൂമിൽ പോയി മാനേജറോട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും, ഒരു ഡിവിഷൻ്റെ ഹെഡിനോട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും, സെയിൽസിൻ്റെ ഹെഡിനോട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും എല്ലാവർക്കും പറയാൻ പരാതികളുണ്ട്. മലയാളികളായിപ്പോയതുകൊണ്ടാണോ ഇന്ത്യക്കാരായിപ്പോയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയും, അത് വിട്ടേക്ക്, അതെന്നും ഉണ്ടാവും. ഇപ്പം ഈ മൊമെൻറ്റിൽ
എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കമ്പനിക്ക് വേണ്ടി, ലെറ്റ് us do it. The rest of the things will come. അപ്പം the past does not belong to me. I cannot predict the future, but the present belongs to me. And I do it to the core. 100% ഈ മൊമെൻറ്റ് കമ്പനിക്ക് വേണ്ടി ജീവിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിന് വേണ്ടി നമ്മൾ നിയുക്തരായിരിക്കുന്നു അതിനുവേണ്ടി ജീവിക്കുക. ദ റെസ്റ്റ് വിൽ ഫോൾ ഇൻ ലൈൻ. അതങ്ങനെ പറ്റൂ, കാരണം അതൊരു നാച്ചുറൽ ഓർഡറാണ്. For every action, there is an equal and opposite reaction. If you believe in that, and if you believe in destiny, and if you believe in God, things have to be right. അങ്ങനെ പറ്റൂ. അതുകൊണ്ട് let us do it rather than എന്താ പറയുക മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ്. ഒരുപക്ഷെ നമ്മുടെ മലയാളികൾക്കെല്ലാം ചിന്തിക്കാവുന്ന ഏറ്റവും വലിയൊരു ഒരു 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 ശൈലിയാണത്, അവലംബിക്കാവുന്നൊരു ശൈലിയാണ്. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാരും ഫെയിൽ ആയിട്ടില്ല. നമ്മളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നവരെയും അതേപോലുള്ള ബെഞ്ച് മാർക്ക് മോഡൽസിനെ എല്ലാം നമ്മൾ ഒത്തിരിയേറെ പ്രൈസ് ചെയ്യും, എല്ലാവരെയും പ്രൈസ് ചെയ്യും. അവരുടെയൊക്കെ ഫാൻസ് ആണെന്ന് പറയാനായിട്ട് നമുക്കൊക്കെ മറ്റാരെക്കാട്ടിലും ഉപരിയായിട്ടുള്ള അഭിമാനമുണ്ട്. എന്നാൽ പിന്നെ വൈ ഡോണ്ട് വി സ്റ്റാർട്ട് വാട്ട് ഇസ് ഇറ്റ് കോൾഡ്, അവരുടെ ഒരു നല്ല ഒരു ശൈലിയുടെ കുറച്ച് ഭാഗമെങ്കിലും അവലംബിക്കാനായിട്ട് നമ്മളാരും എന്താ ശ്രമിക്കാത്തത്? ഒരു പക്ഷേ ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് മുന്നേറാൻ സാധിച്ചാൽ, ഞാൻ വീണ്ടും ആ വാക്ക് ഉപയോഗിക്കുന്നു, സ്കൈ ഈസ് ദ ലിമിറ്റ് ഫോർ എവരിബഡി. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം.